മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പിന്തുണ കെ.സി. വേണുഗോപാലിനെന്ന് തെളിയിക്കുന്ന ചിത്രം പുറത്ത്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രമാണ് എംഎൽഎമാരുടെ പിന്തുണ രേഖപ്പെടുത്തിയ ഫയലിന്റെ ചിത്രം പുറത്തുവിട്ടത്. ദൃശ്യങ്ങളിൽ ആധികാരികതയില്ലെന്ന് സണ്ണി ജോസഫ് മീഡിയ വണിനോട് പറഞ്ഞു. തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉദുമ എംഎൽഎ നീലകണ്ഠൻ എഐസിസിക്ക് പരാതി നൽകി. നിരീക്ഷകരുടെ നടപടിയിൽ സംശയമുയർത്തുകയാണ് വി.ഡി. സതീശൻ പക്ഷം. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രമാണ് എഐസിസി നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിന്റെ കൈവശമുണ്ടായിരുന്ന എംഎൽഎമാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ ഫയലിന്റെ ഒരു ഭാഗം പുറത്തുവിട്ടത്. ചിത്രം പുറത്തുവന്നതിന് പിന്നാലെ കോൺഗ്രസിൽ വിവാദങ്ങളും കനക്കുകയാണ്. കെപിസിസി അധ്യക്ഷൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി ചർച്ചയിൽ നിഷ്പക്ഷത പാലിക്കുമെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ അവകാശവാദം. എന്നാൽ പുറത്തുവന്ന ചിത്രത്തിൽ സണ്ണി ജോസഫിന്റെ പിന്തുണ കെ.സി. വേണുഗോപാലിന്. ടി സിദ്ദിഖ്, സന്ദീപ് വാര്യർ, ഉഷ വിജയൻ, ടി.ഒ. മോഹനൻ, സജീവ് ജോസഫ് എന്നിവരുടെ പിന്തുണയും കെ.സി. വേണുഗോപാലിന് തന്നെ. ഐ.സി. ബാലകൃഷ്ണൻ കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും പിന്തുണയ്ക്കുന്നു. ചിത്രത്തിന് ആധികാരികതയില്ലെന്നാരോപിച്ച സണ്ണി ജോസഫ് വാർത്ത പൂർണ്ണമായും തള്ളി. ഇല്ല, അതിന് യാതൊരു ആധികാരികതയുമില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഹൈക്കമാൻഡ് തീരുമാനത്തിന് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കെ.സിയെ പിന്തുണച്ചെന്ന വാർത്ത നിഷേധിക്കാൻ സന്ദീപ് വാര്യർ തയ്യാറായില്ല. ഞാൻ പറയും, നിങ്ങൾ ആ പുറത്തു വന്ന ചിത്രത്തിന്റെ വസ്തു എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിയിൽ ഇത്തരമൊരു എക്സസൈസ് നടക്കുന്നു എന്നുള്ളത്, ഒരു ജനാധിപത്യപരമായിട്ടുള്ള പ്രക്രിയ നടക്കുന്നു എന്നുള്ളതിനെ നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഇത് അതല്ലെങ്കിൽ എന്താ പറയാ, ഇതെങ്ങനെ ജനാധിപത്യ പാർട്ടിയായി മാറുക? വി.ഡി. സതീശനെ പിന്തുണച്ച നിയുക്ത ഉദുമ എംഎൽഎ കെ. നീലകണ്ഠന്റെ അഭിപ്രായം ഫയലിൽ രേഖപ്പെടുത്തിയതായി ചിത്രത്തിലില്ല. പിന്നാലെ കെ. നീലകണ്ഠൻ എഐസിസിക്ക് പരാതി നൽകി. ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നൊരു കോളം ബ്ലാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. എന്റെ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അതിനാണ് ഞാൻ മെയിൽ കൊടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശനെ പിന്തുണച്ച എംഎൽഎമാരുടെ പേരുകൾ നിരീക്ഷകൻ മനഃപൂർവ്വം രേഖപ്പെടുത്തിയില്ലെന്ന ആരോപണവുമായി സതീശൻ വിഭാഗവും എഐസിസിക്ക് പരാതി നൽകുമെന്നാണ് സൂചന. മീഡിയ 1 തിരുവനന്തപുരം.